ഹലോ ഫ്രണ്ട്സ്, എഫ് ഗുരു മലയാളത്തിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഓഹരി വിപണിയിലെ ഉയർച്ച താഴ്ചകളെക്കുറിച്ചാണ്. പലപ്പോഴും ഭയവും ആശങ്കയും നിറയ്ക്കുന്ന ഒരിടം. എന്നാൽ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് എന്തെന്നാൽ പ്രതിസന്ധികൾ അവസരങ്ങളുടെ വാതിലുകൾ തുറക്കുന്നു എന്നാണ്. 1990കളിൽ ആരംഭിച്ച ഇന്ത്യൻ ഓഹരി വിപണിയുടെ കുതിപ്പും 2000-ലെ .com തകർച്ചയും അതിനുശേഷം 2003 മുതൽ 2008 വരെ കണ്ട അത്ഭുതകരമായ വളർച്ചയും നമുക്ക് പല പാഠങ്ങളും നൽകുന്നു. 1990കളുടെ അവസാനത്തിൽ ഇന്റർനെറ്റ് കുതിച്ചുചാട്ടം കാരണം ടെക് ഓഹരികൾ കുതിച്ചുയർന്നു. .com ബൂം എന്നറിയപ്പെട്ട ആ കാലഘട്ടത്തിൽ യഥാർത്ഥ ബിസിനസ് മോഡലുകളില്ലാത്ത പല കമ്പനികളുടെയും ഓഹരി വിലകൾ അസാധാരണമായി ഉയർന്നു. ഇറാഷണൽ എക്സ്യൂബറൻസ് അഥവാ യുക്തിരഹിതമായ ആഹ്ലാദം എന്ന വാക്ക് അന്ന് സർവ്വസാധാരണമായി. എല്ലാവരും പെട്ടെന്ന് പണമുണ്ടാക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ ഈ കുമിള അധികനാൾ നീണ്ടുനിന്നില്ല. 2000-ൽ ഈ കുമിള 8 നിലയിൽ പൊട്ടി ആഗോളതലത്തിൽ വിപണികൾ തകർന്നു. ഇന്ത്യൻ ഓഹരി വിപണിയും കുത്തനെ ഇടിഞ്ഞു. .com തകർച്ചയുടെ സമയത്ത് സെൻസെക്സ് ഏകദേശം 6000 പോയിന്റിൽ നിന്ന് 3000 പോയിന്റിലേക്ക് ഇടിഞ്ഞു. നിക്ഷേപകർക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടു. ബെയർ മാർക്കറ്റ് എന്ന വാക്ക് എല്ലായിടത്തും മുഴങ്ങിക്കേട്ടു. നിക്ഷേപകർ പരിഭ്രാന്തരായി. ഇന്നത്തെ നിങ്ങളുടെ ഭയം എനിക്ക് മനസ്സിലാകും. വിപണി താഴേക്ക് പോകുമ്പോൾ, നഷ്ടങ്ങൾ കാണുമ്പോൾ എല്ലാവർക്കും ഭയം തോന്നുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ഓർക്കുക, ഈ ഭയം തന്നെയാണ് പലരുടെയും ഏറ്റവും വലിയ ശത്രു. ഭയത്തെ അതിജീവിച്ച് അവസരങ്ങളെ തിരിച്ചറിയുന്നവർ മാത്രമാണ് വിജയിക്കുന്നത്. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ ഇൻവെസ്റ്റഡ് എന്നതാണ് ഈ സമയത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രം. ഈ അവസരത്തിൽ 2000-ലെ .com തകർച്ചയുടെ സമയത്ത് നിക്ഷേപം തുടർന്ന് 2003 മുതൽ 2008 വരെ അത്ഭുതകരമായ വളർച്ച കൈവരിച്ച ചില ഇതിഹാസങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാം. അവരുടെ ജീവിതം നമുക്ക് പ്രചോദനമാണ്. 1. രാകേഷ് ജുൻജുൻവാല. ബിഗ് ബുൾ എന്നറിയപ്പെടുന്ന രാകേഷ് ജുൻജുൻവാല 1990കളിൽ തന്നെ തന്റെ ഇൻവെസ്റ്റ്മെന്റ് കാരിയർ ആരംഭിച്ചിരുന്നെങ്കിലും .com തകർച്ചയുടെ സമയത്ത് ആരും വിശ്വസിക്കാതിരുന്ന ടൈറ്റൻ, ലുപിൻ, ക്രിസിൽ തുടങ്ങിയ കമ്പനികളിൽ നിക്ഷേപം നടത്തി. അദ്ദേഹത്തിന്റെ പ്രധാന തന്ത്രം ദീർഘകാല വളർച്ചാ സാധ്യതയുള്ള കമ്പനികളെ കണ്ടെത്തുകയും അവയിൽ ദീർഘകാലം നിക്ഷേപം നടത്തുകയും ചെയ്യുക എന്നതായിരുന്നു. 2003 മുതൽ 2008 വരെയുള്ള ബുൾറൺ കാലത്ത് സെൻസെക്സ് ഏകദേശം 3000 പോയിന്റിൽ നിന്ന് 20,000 പോയിന്റിലേക്ക് കുതിച്ചുയർന്നു. ഈ 5 വർഷത്തിനുള്ളിൽ അദ്ദേഹത്തിന്റെ നിക്ഷേപങ്ങൾ വലിയ ലാഭം നൽകി. ഇത് അദ്ദേഹത്തിന്റെ വെൽത്ത് എക്സ്പൊനൻഷ്യലി മൾട്ടിപ്ലൈ ചെയ്യാൻ സഹായിച്ചു. 2. രാധാകിഷൻ ദമാനി. മിസ്റ്റർ വൈറ്റ് ആൻഡ് വൈറ്റ് എന്നറിയപ്പെടുന്ന അദ്ദേഹം 2000-ന് മുന്നേ സക്സസ്ഫുൾ ഇൻവെസ്റ്റർ ആയിരുന്നെങ്കിലും .com തകർച്ചയുടെ സമയത്ത് രാധാകിഷൻ ദമാനി ഉപഭോക്തൃ ഉത്പന്നങ്ങളിലും റീറ്റെയിൽ മേഖലയിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം ഇന്ത്യയിലെ റീറ്റെയിൽ മേഖലയുടെ വളർച്ച തിരിച്ചറിയുന്നതിലായിരുന്നു. അദ്ദേഹം ഡിമാർട്ട് സ്ഥാപിച്ചു. അത് ഇന്ത്യയിലെ ഏറ്റവും വലിയ റീറ്റെയിൽ ശൃംഖലകളിൽ ഒന്നായി വളർന്നു. 2003 മുതൽ 2008 വരെയുള്ള വളർച്ചയിൽ ഡിമാർട്ട് വൻ നേട്ടമുണ്ടാക്കി. 3. വിജയ് കേഡിയ. .com തകർച്ചയുടെ സമയത്ത് വിജയ് കേഡിയ ചെറിയ കമ്പനികളിൽ നിക്ഷേപം നടത്തി. അദ്ദേഹത്തിന്റെ തന്ത്രം വളർച്ചാ സാധ്യതയുള്ള ചെറുകിട കമ്പനികളെ കണ്ടെത്തുകയും അവയിൽ ദീർഘകാലം നിക്ഷേപം നടത്തുകയും ചെയ്യുക എന്നതായിരുന്നു. ബൈ റൈറ്റ്, സിറ്റ് ടൈറ്റ് എന്ന അദ്ദേഹത്തിന്റെ മന്ത്രം അദ്ദേഹത്തിന് വലിയ ലാഭം നൽകി. 2003 മുതൽ 2008 വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ നിക്ഷേപങ്ങൾ വലിയ വളർച്ച നേടി. ഇത് അദ്ദേഹത്തിന് ഇന്ത്യൻ ഓഹരി വിപണിയിൽ മാന്യമായ പേരിനർഹമാക്കി. 4. ആശിഷ് കച്ചോലിയ. ബിഗ് വെയിൽ ഓഫ് സ്മോൾ ക്യാപ് എന്നറിയപ്പെടുന്ന കച്ചോലിയ .com തകർച്ചയുടെ സമയത്ത് ചെറുകിട ഇടത്തരം കമ്പനികളിൽ ഒളിഞ്ഞിരിക്കുന്ന രത്നങ്ങൾ അഥവാ ഹിഡൻ സ്മോൾ ആൻഡ് മിഡ് ക്യാപ് ജെംസ് കണ്ടെത്തുന്നതിൽ ആശിഷ് കച്ചോലിയ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അദ്ദേഹം വളർച്ചാ സാധ്യതയുള്ള കമ്പനികളെ കണ്ടെത്തി അവയിൽ ദീർഘകാലം നിക്ഷേപം നടത്തി. 2003 മുതൽ 2008 വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ നിക്ഷേപങ്ങൾ അവിശ്വസനീയ വളർച്ച നേടി. 5. പൊറിഞ്ചു വെളിയത്ത്. സ്മോൾ ക്യാപ് കിങ് ആയ കേരളത്തിന്റെ സ്വന്തം പൊറിഞ്ചു .com തകർച്ചയുടെ സമയത്ത് മറ്റുള്ളവർ ഭയപ്പെടുമ്പോൾ അവഗണിക്കപ്പെട്ട ഓഹരികൾ വാങ്ങി ലാഭമുണ്ടാക്കിയ നിക്ഷേപകനാണ്. അദ്ദേഹത്തിന്റെ തന്ത്രം മൂല്യമുള്ള ഓഹരികളെ തിരിച്ചറിയുകയും അവയിൽ ദീർഘകാലം നിക്ഷേപം നടത്തുകയും ചെയ്യുക എന്നതായിരുന്നു. 2003 മുതൽ 2008 വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ നിക്ഷേപങ്ങൾ അത്ഭുതകരമായ വളർച്ച നേടി. 6. രാംദിയോ അഗർവാൾ. മോത്തിലാൽ ഓസ്വാൾ സഹസ്ഥാപകരിൽ ഒരാളായ രാംദിയോ .com തകർച്ചയുടെ സമയത്ത് ശക്തമായ വളർച്ചാ സാധ്യതയുള്ള ഗുണനിലവാരമുള്ള കമ്പനികളിൽ നിക്ഷേപം നടത്തുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അദ്ദേഹത്തിന്റെ തന്ത്രം ദീർഘകാല വളർച്ചാ സാധ്യതയുള്ള കമ്പനികളെ കണ്ടെത്തുകയും അവയിൽ ദീർഘകാലം നിക്ഷേപം നടത്തുകയും ചെയ്യുക എന്നതായിരുന്നു. 2003 മുതൽ 2008 വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ നിക്ഷേപങ്ങൾ നേടിയ വളർച്ച അവിശ്വസനീയമായിരുന്നു. ഇവരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്നാമതായി,
ക്ഷമയും ദീർഘവീക്ഷണവും വിജയത്തിന് അത്യന്താപേക്ഷിതമാണ്. വിപണി താഴേക്ക് പോകുമ്പോൾ പരിഭ്രാന്തരായി ഓഹരികൾ വിൽക്കാതെ ക്ഷമയോടെ കാത്തിരിക്കുക. രണ്ടാമതായി, ഗുണനിലവാരമുള്ള കമ്പനികളിൽ നിക്ഷേപം നടത്തുക. മൂന്നാമതായി, വിപണിയിലെ ചാഞ്ചാട്ടങ്ങളെ അവസരങ്ങളാക്കി മാറ്റുക. മാർക്കറ്റ് കറക്ഷൻസ് എന്നത് സാധാരണമാണ്, അവയെ ഭയപ്പെടേണ്ടതില്ല. ഇന്നത്തെ ഓഹരി വിപണിയിലെ അസ്ഥിരത ഒരു താൽക്കാലിക പ്രതിഭാസം മാത്രമാണ്. ചരിത്രം ആവർത്തിക്കപ്പെടും. ഓരോ തകർച്ചയ്ക്കും ശേഷം ഒരു തിരിച്ചുവരവുണ്ടാകും. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ശക്തമാണ്. ബിസിനസ്സുകൾ വീണ്ടും വളർച്ചയുടെ പാതയിലേക്ക് മടങ്ങിയെത്തും. ഈ സമയത്ത് മികച്ച ഓഹരികൾ കുറഞ്ഞ വിലയിൽ ലഭ്യമാണ്. വാല്യൂ ഇൻവെസ്റ്റിംഗ് എന്നത് ഈ സമയത്ത് ഏറ്റവും പ്രസക്തമാണ്. ദീർഘകാല നിക്ഷേപകർക്ക് എപ്പോഴും വിജയം സുനിശ്ചിതമാണ്. രാകേഷ് ജുൻജുൻവാല, രാധാകിഷൻ ദമാനി, വിജയ് കേഡിയ തുടങ്ങിയവരുടെ ജീവിതം നമുക്ക് പ്രചോദനമാണ്. ലോങ് ടേം വിഷൻ ആണ് വിജയത്തിന്റെ അടിസ്ഥാനം. സുഹൃത്തുക്കളെ, നിക്ഷേപം നടത്താൻ ഏറ്റവും നല്ല സമയം ഇന്നലെയായിരുന്നു. രണ്ടാമത്തെ മികച്ച സമയം ഇന്നാണ്. അതുകൊണ്ട് ഭയപ്പെടാതെ ക്ഷമയോടെ ദീർഘകാല ലക്ഷ്യത്തോടെ നിക്ഷേപം തുടരുക. ഇന്ത്യയുടെ ഭാവിയിൽ വിശ്വസിക്കുക. നിങ്ങളുടെ സമ്പത്ത് നിർമ്മാണ യാത്ര ഇപ്പോൾ ആരംഭിക്കുകയാണ്. ഈ പ്രതിസന്ധി ഘട്ടത്തിലും അവസരങ്ങളെ തിരിച്ചറിഞ്ഞ് മുന്നോട്ടു പോകുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. Believe in India's growth story and invest accordingly. Disclaimer. The stocks mentioned in this video are for educational purposes only. If you wish to buy or sell any stocks, please seek advice from a SEBI registered financial advisor.